നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. ശുദ്ധജല പദ്ധതിക്ക് വേണ്ടി കുത്തിപ്പൊളിച്ച റോഡുകൾ ഗതാഗത യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയർ ടി.ഒ. മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചിറക്കക്കാവ് കുടിവെള്ള പദ്ധതി ഉടൻ പൂർത്തീകരിക്കണമെന്നും കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പൊട്ടിപ്പൊളിച്ച റോഡുകൾ ഗതാഗത യോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. സമരം കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയറും KPCC അംഗവുമായ അഡ്വക്കേറ്റ് ടി.ഒ. മോഹൻ ഉദ്ഘാടനം ചെയ്തു. അമൃത പദ്ധതി കിട്ടി. ആ കിട്ടിയത് നടപ്പാക്കുന്നതിന് മുൻപ് കണ്ണൂർ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനായി മാറി. എപ്പോഴാണ്? 2015. ആ 2015 അനുവദിച്ച് കിട്ടിയ കുടിവെള്ള പദ്ധതി, ആ കുടിവെള്ള പദ്ധതി പൂർത്തിയായി. അതിനുശേഷം കിട്ടിയ പദ്ധതി, അതിനുശേഷം അമൃത് 2 അതിനുള്ള പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്നു. അതും അവസാനിക്കാറായി. അത് കാര്യക്ഷമമായ ഇടപെടൽ നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ഇവിടെ ഒരു 6 മാസം മുൻപ്, ഞാൻ പദവി ഒഴിയുന്നതിന് മുൻപ്, ഒരു 1.5 മാസം മുൻപ് അമൃതന്റെ ഉദ്യോഗസ്ഥന്മാർ ഒരു ദിവസം കണ്ണൂരിൽ വന്ന് അത് നമ്മുടെ പ്രവൃത്തി പുരോഗതി വിലയിരുത്താൻ വേണ്ടി വന്നു. ആ സംസാരത്തിനിടെ അദ്ദേഹം പറഞ്ഞു, മറ്റു പല കോർപ്പറേഷനുകളും ഇതിന്റെ ഫണ്ട് ചെലവഴിച്ചതിൽ ബാക്കിയുണ്ട്, അവ വിനിയോഗിക്കാൻ അവർ തയ്യാറില്ല. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MP അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. മണയാട് ബാലകൃഷ്ണൻ, MP അസൈനാർ, A ഷർമിള, N അഷ്റഫ്, MP സതീശൻ എന്നിവർ സംസാരിച്ചു. യതീന്ദ്രൻ കുന്നോത്ത് സ്വാഗതവും പത്മജ രഘുനാഥ് നന്ദിയും പറഞ്ഞു. K ജയരാജൻ, ഉച്ചുമ്മൽ ശശി, EV ജയകൃഷ്ണൻ, O ഹരിദാസ്, P മനോജ്, PK സോന, KP രാഗിണി, N മോഹനൻ, KE പവിത്രരാജ്, CM സുധീർ എന്നിവർ നേതൃത്വം നൽകി. സമഗ്ര ന്യൂസ്, തലശ്ശേരി.